+2 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത്. ഈ പ്രോബബിലിറ്റി എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫോർമുലാസുകളൊക്കെ അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ കുറച്ചെണ്ണം നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. അവിടെ നമ്മൾ സിമ്പിൾ പ്രോബബിലിറ്റീസ് ഒക്കെയാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവന്റ് ഒക്കെയർ ചെയ്യുമ്പോൾ മറ്റേ ഇവന്റ് കിട്ടാനുള്ള സാധ്യത, അങ്ങനെയാണ് അതിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. അത്തരം പ്രോബബിലിറ്റീസുകളാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ലോജിക്കിലേക്ക് പോവുകയും ചെയ്യാം. നമുക്കൊന്നുകൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കത് പറയാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാൻ കുറച്ച് മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫോർമുല നമ്മൾ കണ്ടെത്തും. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യുക. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. ഫോക്കസ് ഏരിയയിൽ ആകെ 2 ടോപ്പിക്കാണ് ഈ ഭാഗത്ത് നിന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതും രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞ കാര്യവും. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കാര്യം നിങ്ങളിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 3 കോയിൻ ഒരേ സമയം ടോസ് ചെയ്യാണ്. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്താലും 3 കോയിൻ ഒരേ സമയം ടോസ് ചെയ്താലും കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഒക്കെ ഒരേപോലെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞ ആശയം ഒന്ന് എഴുതണം. സാമ്പിൾ സ്പേസ് എഴുതുന്ന സമയത്ത് 3 ഹെഡ് വരാം, 2 ഹെഡും ഒരു ടൈല് വരാം, ഒരു ഹെഡും ഒരു ടൈലും ഒരു ഹെഡ് വരാം, ഹെഡും ടൈലും വരാം, ടൈലും 2 ഹെഡും വരാം, ടൈലും ഹെഡും ടൈലും വരാം, ടൈലും ഹെഡും വരാം, ടൈലും വരാം. അപ്പോൾ ഇതിൽ ശരിക്കും മൊത്തം 8 എലമെന്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. 2, 4, 6, 8. അതിന്റെ സാമ്പിൾ സ്പേസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ എന്ന് പറഞ്ഞ ഇവന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് അപ്പിയർ. അപ്പോൾ ഈ എന്ന് പറയുന്നതിന്റെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതുന്ന സമയത്ത് മിനിമം 2 ഹെഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഐഡിയ വരുന്നത്. അപ്പോൾ നമുക്ക് 3 ഹെഡ് വരുന്നതിനെ ഉൾപ്പെടുത്താം. കൃത്യം 2 ഹെഡ് വരുന്ന കാര്യങ്ങളെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ 3 ഹെഡ് വരുന്ന എച്ച് എന്ന് പറഞ്ഞ ഉൾപ്പെടുത്തി, HHT എന്ന് പറഞ്ഞ കാര്യം എഴുതി, HTH എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഇത്രയും എലമെന്റുകളാണ് അതിൽ കയറി വരുന്നത്. ഇനി എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിൻ ഷോസ് ടൈൽ. അപ്പോൾ ഏതൊക്കെ വരും? THH എന്ന് പറഞ്ഞത് വരും, THT എന്ന് പറഞ്ഞത് വരും, TTH എന്ന് പറഞ്ഞത് വരും, TTT എന്ന് പറഞ്ഞ കാര്യം വരും. ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് ടൈൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഇവന്റ് കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ഇടാവേണ്ട കേസ് എന്താണ്? ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് എന്തായിരിക്കണം? ടൈൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറയുന്ന ആശയം കിട്ടാനുള്ളതാണ്. ഈ എന്ന് പറഞ്ഞ കണ്ടീഷൻ ശരിക്കും എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് അപ്പിയർ എന്ന് പറഞ്ഞ ആശയമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, അതിന്റെ പ്രോബബിലിറ്റിയിലേക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ ഇന്റർസെക്ഷനെ കുറിച്ചൊന്ന് ആലോചിക്കണം. ആദ്യം ഇന്റർസെക്ഷനിൽ വരുന്ന എലമെന്റ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞ കാര്യം ഞാനൊന്ന് കണ്ടുപിടിക്കുകയാണ്. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയി വരുന്ന എലമെന്റ് ഏത് എലമെന്റ് മാത്രമേ ഉള്ളൂ? THH എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് മാത്രമാണ് അവിടെ ഇന്റർസെക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു എലമെന്റാണ് ഇന്റർസെക്ഷനിലുള്ളൂ. ഈ ഇന്റർസെക്ഷനിലുള്ള എലമെന്റ് പ്രത്യേകത എന്താ? ഫസ്റ്റ് കോയിൻ ഷോ ചെയ്തിരിക്കുന്നത് ടൈലാണ്. കൂടാതെ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർസെക്ഷന്റെ കാര്യം കണ്ടെത്തിയതിനു ശേഷം നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഒന്നും കൂടി നോർമലിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് ടൈലാണെങ്കിൽ ഈ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് ടൈലാവുകയും അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒരുമിച്ച് വരികയും ചെയ്യും. ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നതിൽ എത്ര എലമെന്റ് ഉണ്ടോ അതാണ് ശരിക്കും എന്ത് വരിക? നമുക്ക് മുകൾ ഭാഗത്ത് വരിക. ഇനി താഴെ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? സാമ്പിൾ സ്പേസിൽ എലമെന്റ്സിന്റെ എണ്ണമാണ് എഴുതാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യം ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് എന്ന് പറയുന്ന ഇവന്റ് ഒക്കെയർ ചെയ്യുമ്പോൾ മറ്റതിന്റെ കാര്യമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയും എഫും തമ്മിലാണ് അവിടെ അങ്ങനെ എന്ത് വരുന്നത്? പ്രോബബിലിറ്റീസുകൾ കാര്യം നോക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗിവൺ ദാറ്റ് കണ്ടീഷനിൽ ഏതാണോ നിൽക്കുന്നത് അതിന്റെ പ്രോബബിലിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്? താഴെ വരേണ്ടത്. എന്ന് പറഞ്ഞാൽ എഫിലെ എലമെന്റിന്റെ എണ്ണമാണ്. എഫിലെ എലമെന്റിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ഒബ്സർവേഷനിലൂടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1/4 എന്ന് പറഞ്ഞ ആശയമായിരിക്കണം. എഫ് ഒക്കെയർ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് 4. എഫ് ഒക്കെയർ ചെയ്യുമ്പോൾ ഈ ഒക്കെയർഡ് ആവാനുള്ള പോസിബിലിറ്റിയാണ് 1 എന്ന് പറയുന്ന കാര്യം. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയത് ഇന്റർസെക്ഷനിലേക്ക് പോയതിനു ശേഷമാണ്. അവിടെ
രണ്ടും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ, ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് ടൈലായിരിക്കണം, കൂടാതെ അതിൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞ ആശയം കൂടി ഉൾപ്പെട്ടിരിക്കണം. അങ്ങനെ 2 കേസ് കൂടി വരുന്ന എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. അതാണ് മുകൾ ഭാഗത്ത് വരിക. ഒക്കേഡ് ആയി എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി ആണ് താഴെ നമ്മൾ എഴുതുന്നത്. അതിന്റെ റേഷ്യോ ആണ് എന്തായിട്ട് വരിക, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരുന്നത്. ഇതിനെ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് പകരം നമുക്ക് വേറൊരു രീതിയിൽ ഫോർമുലയ്ക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒന്ന് ചിന്തിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലുള്ളൂ, പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൊത്തം 4 എലമെന്റ് ആണ് ഇപ്പോൾ ഇതിലാകെ കാണാനുള്ളത്. സാമ്പിൾ സ്പേസിലാണെങ്കിൽ 8 എലമെന്റ് ആണ്, 4/8 ആണ്. പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് അതും എന്ത് തന്നെയാണ്, 4/8 തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, ആകെ ഒരു എലമെന്റേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ 1/8 എന്ന് പറയുന്നതാണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ഈ ഗിവൺ ദാറ്റ് കണ്ടീഷന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്നാണ് അത് വായിക്കുക. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശരിക്കും അതിന്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്, അത് തന്നെ ഒക്കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ഒന്ന് പരിശോധിക്കുകയാണ്. ഈ ഇന്റർസെക്ഷൻ എഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/8 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4/8. 8 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, 1/4 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അപ്പൊ ശരിക്കും ഈ ഗിവൺ എഫിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കാര്യം കിട്ടണമെങ്കിൽ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റിനെ എഫ് എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ ഒക്കെയർ ചെയ്യുന്നത് എഫ് ആണ്, അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, അതാണ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റി നോക്കുക, എഫിന്റെ പ്രോബബിലിറ്റി നോക്കുക, രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്തായി, പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞ ആശയമായി. ഇതാണ് ഫോർമുല എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നത്. ഇത് ശരിക്കും ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ പറഞ്ഞു പോകുന്നതാണ്. എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യം പെട്ടെന്ന് ഒന്നുകൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. 3 കോയിനാണ് ഒരേ സമയം ടോസ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ 8 എലമെന്റ് വരും. ഇ എന്ന് പറഞ്ഞ ഇവന്റ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് അപ്പിയർ എന്നാണ്. ഹെഡ്സ് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 2 എണ്ണം ഉണ്ടാവണം എന്നാണ്. അപ്പോൾ 3 എണ്ണം വരുന്നതും കൃത്യം 2 എണ്ണം വരുന്നതും അതിൽ ഉൾപ്പെടും. അങ്ങനെയാണ് 4 എലമെന്റ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിൻ ഷോസ് ടൈൽ. ആദ്യത്തെ കോയിൻ എന്ന് പറയുന്നത് എപ്പോഴും ടൈൽ ഷോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എലമെന്റുകളാണ് 4 എണ്ണം വരിക. ആ 4 എണ്ണമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തത് ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിച്ചു. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ കോമൺ ആയ എലമെന്റ് നോക്കി, അപ്പോൾ THS എന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആലോചിച്ചത് എഫ് ഒക്കെയർ ചെയ്യുമ്പോൾ ഇ കിട്ടാനുള്ള ചാൻസ് ആണ്. എഫ് ഒക്കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് ടൈലായിരിക്കണം. ഈ ഒക്കെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് അപ്പിയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് രണ്ടും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് കോയിൻ ഷോ ചെയ്യുന്നത് ടൈലായിരിക്കുകയും വേണം, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് അപ്പിയർ എന്ന് പറഞ്ഞ ആശയം വരികയും വേണം. അത് വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലാണ്. അപ്പോൾ ഇന്റർസെക്ഷൻ്റെ എലമെന്റ് എണ്ണം നോക്കി അവിടെ 1 എന്ന് പറഞ്ഞ കാര്യം എഴുതി, ഡിവൈഡഡ് ബൈ ഏതാണോ ഒക്കെയർ ചെയ്യുന്നത് അതിന്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ ആ ഒരു കളക്ഷനിലുള്ള എലമെന്റ് എണ്ണമാണ് നമ്മൾ നോക്കുക. എത്ര എണ്ണം വരുന്നുണ്ട് ഇവിടെ, എഫ് ആണ് ഒക്കെയർഡ് ആവുന്നത്, 4 എണ്ണം വരുന്നുണ്ട്. അതുകൊണ്ട് 1/4 എന്ന് പറയുന്ന ആശയം നമ്മൾ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ അതിനെ ഫോർമുലയ്ക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റിനെ എഫിന്റെ പ്രോബബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നു, 1/4 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. ഇവിടെ എക്സാമ്പിളിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ് ഡെഫിനിഷനിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനാണ് ഇപ്പം നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, if E and F are 2 events associated with the same sample space of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 ഇവന്റുകളാണ് ഇയും എഫും എങ്കിൽ the conditional probability of the event E given that F has occurred, that is probability of E given F is given by probability of E given F equal to probability of E intersection F by probability of F. Probability of F not equal to 0. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ ആ ഒരു എക്സാമ്പിളിലൂടെ ഡിറൈവ് ചെയ്ത അതേ കാര്യം തന്നെയാണ് അവിടെ ഇങ്ങനെ ഡെഫിനിഷനിൽ പറഞ്ഞു വരുന്നത്. ഇത് ഇയിലും എഫിലും മാത്രമല്ല, ഇതിനെ എയിലും ബിയിലേക്കും മാറ്റി എഡിറ്റ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഒക്കെയർ ചെയ്യുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റിയാണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ വരുന്നത്, ന്യൂമറേറ്ററിൽ ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റിയാണ് കയറി വരുന്നത്. ഇത് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞ ആശയം മാത്രം ഓർമ്മയിൽ വെച്ചാൽ പോരാ, ഒരു കാര്യം കൂടി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും, പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. ഇതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയുമ്പോൾ ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി ഇന്റർസെക്ഷൻ ഏത് ഓർഡറിൽ വേണമെങ്കിൽ ചെയ്യാം. തൽക്കാലം ഞാൻ ഈ ഇന്റർസെക്ഷൻ എഫ് തന്നെ പറഞ്ഞു എഴുതുകയാണ്.
അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ. ഈ ഒരു ഫോർമുല കൂടി ഇതിനോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് ഓർമ്മയിൽ വെക്കണം. ഇതിൽ നിന്നുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത്. എഫും ഇയും അങ്ങോട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് വ്യത്യാസം? പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ് രണ്ടിൽ വരുന്നത്, പക്ഷേ ഡിവിഷനിൽ വരുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ പ്രോബിലിറ്റി ഓഫ് എഫ് ആണ്, കാരണം ഒക്കെയർ ചെയ്യുന്നത് എഫ് ആണ്. ഇവിടെ ആണെങ്കിൽ ഒക്കെയർ ചെയ്യുന്നത് ഇ ആണ്. അതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് ഇ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതേ കാര്യം നിങ്ങൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വരുമ്പോഴും പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ വരുമ്പോഴൊക്കെ എഴുതാൻ വേണ്ടി പഠിക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എസ് ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എഫ് ഗിവൺ എഫ് ഈക്വൽ ടു 1. രണ്ടാമത്തെ കാര്യം പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ്. ഈ ഫോർമുല ഗിവൺ എഫ് ഇല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ വർഷം. ജസ്റ്റ് അതിലൊരു എഡിറ്റിംഗ് ചെയ്തെന്ന് മാത്രം. മൂന്നാമത് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഈ കോംപ്ലിമെന്റ് ഗിവൺ എഫ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഈ ഗിവൺ എഫ്. ഇങ്ങനെ 3 പ്രോപ്പർട്ടീസുകളാണ് നമുക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റി ഭാഗത്ത് പറയാനുള്ളത്. ഇത് എസ് ഗിവൺ എഫ്, പ്രോബിലിറ്റി ഓഫ് എസ് ഗിവൺ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് മുമ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എഫ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞ ആശയം വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞ ആൻസർ വരും. കാരണം എസ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് തന്നെയാണ്. ഇവിടേക്ക് പോകുമ്പോഴോ ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വരിക എഫ് തന്നെ വരിക. താഴത്തുള്ള പ്രോബിലിറ്റി അത് പി ഓഫ് എഫ് ആ വരിക, മുകളിലും പി ഓഫ് എഫ് ആ വരിക. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 1 എന്ന് പറഞ്ഞ ആൻസർ വരും. അതിന്റെ പ്രൂഫാണ്. പ്രൂഫിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തായിട്ട് പറയാം? നമുക്ക് പ്രോപ്പർട്ടീസിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 7/13, പി ഓഫ് ബി ഈക്വൽ ടു 9/13, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 4/13. ഇത്തരം ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ ആശയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നേരിട്ട് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ ബി ആണ് വരുന്നതെങ്കിൽ ആദ്യം ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി ആണ് മുകളിൽ വരിക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ ഇവിടെ ഗിവൺ കണ്ടീഷൻ ബി ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടത് പി ഓഫ് ബി എന്ന് പറഞ്ഞ ആശയം കൊണ്ടാണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 4/13 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/13. 13ഉം 13ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര വരും? 4/9. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഗിവൺ ദാറ്റ് ഇ ആൻഡ് എഫ് ആർ ഇവന്റ്സ് സച്ച് ദാറ്റ് പ്രോബിലിറ്റി ഓഫ് ഇ ഈക്വൽ ടു 0.6, probability of f equal to 0.3, probability of e intersection f equal to 0.2, then find probability of e given f and probability of f given e. ഡയറക്റ്റ് ഫോർമുല അപ്ലൈ മാത്രമേ ചെയ്യാനുള്ളൂ. ആദ്യം നമ്മൾ probability of e given f എന്ന് പറഞ്ഞ ആശയം എഴുതുകയാണ്. ഫോർമുല പ്രകാരം എന്താണ്? probability of e intersection f divided by probability of f. e intersection f ന്റെ probability 0.2 divided by probability of f എന്ന് പറയുന്നത് 0.3. അതായത് നമുക്ക് എന്ത് പറയാം? 2/3 എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 0.66 എക്സെട്ര എന്ന് പറഞ്ഞ ആശയം കിട്ടുകയും ചെയ്യും. രണ്ടാമത് പ്രോബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ഈക്വൽ ടു ഫോർമുല വരുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് 0.6 വിച്ച് ഇസ് ഈക്വൽ ടു 2/6. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 1/3 എന്ന് പറയാം. കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.333 എക്സെട്ര എന്ന് പറഞ്ഞ ആശയം കിട്ടും. അപ്പോൾ എക്സെട്ര സൂചിപ്പിക്കാനാണ് ഇങ്ങനെ അവിടെ പോയിന്റ് മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം, പി ഓഫ് എ ഗിവൺ ബി കാണണം, പി ഓഫ് എ യൂണിയൻ ബി കാണണം. ഇവിടെ നമുക്ക് ചെയ്യുവാൻ ആവശ്യമായ എല്ലാ ഡാറ്റകളും തന്നിട്ടില്ല, പക്ഷെ കണക്ട് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പി ഓഫ് എ ഉണ്ട്, പി ഓഫ് ബി ഉണ്ട്. ആദ്യത്തെ ചോദ്യം തന്നെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാനാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ കണക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 അവർ തന്ന കാര്യമാണ്. ഇത് ഫോർമുല പ്രകാരം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഇതാണ് എന്തായിട്ട് തന്നിരിക്കുന്നത്? 0.4 ആയിട്ട് തന്നിരിക്കുന്നത്. ഇംപ്ലൈസ് probability of A intersection B equal to 0.4 into probability of A. ഇതിൽ probability of A നമുക്ക് തന്നതാണ് 0.4 into probability of A 0.8 ആണ്, which is equal to 0.32. ഇപ്പോൾ നമുക്ക് ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞ ആശയം കിട്ടിക്കഴിഞ്ഞു. ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ വേണ്ടി പറ്റും. രണ്ടാമത്തേലേക്ക് ഒന്ന് പോവാണ്. രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള എന്താ? probability of A given B. ഫോർമുല probability of A intersection B by probability of B.
പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.32 ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.5 വിച്ച് ഇസ് ഈക്വൽ ടു 0.64. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണണമെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുല? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന കാര്യം 0.8 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.32. കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 0.98. നാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവാലുവേറ്റ് പി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. അതിന് 2p of a equal to p of b equal to 5/13 ആണെന്ന് തന്നിട്ടുണ്ട്. p of a given b എന്ന് പറയുന്നത് 2/5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. ഇവിടെ നമുക്ക് എന്ത് പറയാം? പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/13 ആണെന്ന് പറയാം. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 5/26 ആണെന്നുള്ള ആശയം പറയാം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് 2/5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നു. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 ആണ്. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനെ ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 2/5 ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2/5 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 2/5 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/13 ആണ്. 5 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 2/13 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? 5/26. 2p of a എന്ന് പറയുന്നത് 5/13 എന്നാണ് ഈ ഒരു കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ p of a അറിയാം, p of b 5/13 ആണെന്ന് അറിയാം, p of a ഇന്റർസെക്ഷൻ b 2/13 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതിന് പകരം 5/26 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/13 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2/13. ഈ 13ഉം 26ഉം പരസ്പരം മൾട്ടിപ്ലൈ ആയതുകൊണ്ട് തന്നെ LCM എന്ന് പറഞ്ഞ ആശയത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 26 ആക്കുകയാണ്. ഇവിടെ ഓൾറെഡി 26 ആണ്, അപ്പോൾ 5 അതുപോലെ തന്നെ വരും. പക്ഷെ ഇവിടെ 13 ആണ്, അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മുകളിലും ചെയ്യുമ്പോൾ എത്രയും 5 × 2 10 വരുന്നു. മൈനസ് ഇവിടെ 13 ആണ്, പക്ഷെ 26 ആണ് എഴുതിയത്, അപ്പോൾ നമ്മൾ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4 വരുന്നു. അതായത് 15 - 4 11/26. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാനാണ് ചോദ്യം. ആൻസർ എന്ത് വരുന്നു? 11/26 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ സെന്റൻസിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി മുൻപിലേക്ക് പറയുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. 10 cards numbered 1 to 10 are placed in a box. 10 കാർഡുകളിൽ 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് ഓരോ കാർഡിന്റെ മുകളിൽ എഴുതിയിട്ട് അത് നന്നായിട്ട് മടക്കി ബോക്സിനകത്ത് നിക്ഷേപിക്കുകയാണ്. ആ ബോക്സ് നന്നായി ഷഫിൾ ചെയ്യുന്നു. ഷഫിൾ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു കാർഡ് നമ്മൾ ചൂസ് ചെയ്യാണ്. If it is known that the number on the drawn card is more than 3, അങ്ങനെയാണെങ്കിൽ what is the probability that it is an even number? അങ്ങനെയാണെങ്കിൽ നമ്മളെ എടുക്കുന്നത് ഈവൺ നമ്പർ ആവാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രണ്ട് കാര്യങ്ങളോടെ നമ്മൾ ശ്രദ്ധിക്കണം. 3നേക്കാൾ മുകളിലാണ് നമ്പർ ഷോ ചെയ്യുന്ന കാര്യം വരേണ്ടത്. അത് ഈവൺ നമ്പർ ആവുക കൂടി വേണം. അതിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ 2 ഇവൻറ്റുകൾ ഇവിടെ ചൂസ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ കണ്ടീഷൻ നമ്പർ shows the drawn card is more than 3. 3നേക്കാൾ മുകളിൽ നമ്പർ ഷോ ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്ന ആശയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ആശയം എടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ നമ്പർ ഷോസ് ദ ഡ്രോൺ കാർഡ് ഈസ് ഈവൺ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ഷോ ചെയ്യുന്ന കേസാണ് എന്ത് വരിക? ബി എന്ന് പറയുന്ന ഇവന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മുതൽ 10 വരെ 1 2 3 4 5 6 7 8 9 10. ഇതിലെ എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ കണ്ടീഷൻ നോക്കുക. നിങ്ങൾ നമ്പർ ഷോസ് ദ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. 3നേക്കാൾ മുകളിൽ വരുന്നത്
4 വരും, 5 വരും, 6 വരും, 7 വരും, 8 വരും, 9 വരും, 10 വരും. ബി എന്ന് പറഞ്ഞ ഇവന്റ് ഈവൺ നമ്പർ ഷോ ചെയ്യുന്ന കേസ്, ഈവൺ നമ്പർ ഷോ ചെയ്യുന്ന ഏതൊക്കെയാണ്? 2 വരും, 4 വരും, 6 വരും, 8 വരും, 10 വരും. നമുക്ക് വേണ്ടത് എന്താണ്? ഷോ ചെയ്യുന്നത് 3-നേക്കാൾ മുകളിലുള്ള നമ്പർ ആയിരിക്കണം. അത് ഈവൺ നമ്പർ ആവാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണ്? നമ്മൾ എടുക്കുന്ന കാർഡിന്റെ മുകളിലുള്ള നമ്പർ 3-നേക്കാൾ മുകളിലായിരിക്കണം. 3-നേക്കാൾ മുകളിൽ ആയിരിക്കുമ്പോൾ തന്നെ അത് ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അവിടെ ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണ്? ഗിവൺ ദാറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വരേണ്ടത് എന്താണ്? എന്റെ കണ്ടീഷനാണ്. ബി എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് ഈവൺ നമ്പർ ആവുക എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടെത്താനുള്ളത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞ ആശയമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഫോർമുല എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ 4 എലമെന്റ് ആണ് വരിക. 4 വരും, 6 വരും, 8 വരും, 10 വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ ഉടനെ 4 എഴുതുക ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതിൽ 2, 4, 6, 7 എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞ ആശയം വരും. അപ്പോൾ കണ്ടീഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4/7 എന്ന് പറയുന്ന ആൻസർ ആണ് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ കണ്ടീഷൻ നമ്പർ ഷോസ് ദ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3 എന്ന് പറഞ്ഞാണ് എടുത്തത്. ഇത് നമ്മൾ അറിയാതെ ഈ കണ്ടീഷൻ താഴേക്കും ഈ കണ്ടീഷൻ മുകളിൽ ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മളിവിടെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കണ്ടുവെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടി വരുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ ആശയമായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ്ഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ നോക്കിയാൽ പി ഓഫ് എ ഗിവൺ ബി ആയിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്ലാസ്സിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് കണ്ടെത്തിയിരിക്കുന്നത്, അവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യസ്തമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? എയും ബിയും എടുത്തിട്ടുള്ള കണ്ടീഷനാണ് പ്രത്യേകം നോക്കേണ്ടത്. ഓക്കെ. 7ാമത്തെ ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. ഒരു ഡൈ എന്ന് പറയുന്നത് 2 തവണ ത്രോ ചെയ്യുന്നു. ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. അതിൽ തന്നെ നമുക്കറിയാം 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ 36 പോസിബിലിറ്റീസ് ഉണ്ട്. 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 2 2 3 2 4 2 5 2 6 എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തം നമുക്ക് 36 പെയേഴ്സുകൾ കിട്ടും. അപ്പോൾ 36 പോസിബിലിറ്റീസ് അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിൽ ഇവിടെ ഷോ ചെയ്യുന്ന ഡൈകളുടെ മുകളിലുള്ള നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്ന കേസ് മാത്രമാണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ ഒരു കേസ് മാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ട് what is the probability that the number 4 has appeared at least once? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണ്? ഡൈ എന്ന് പറയുന്നത് ഷോ ചെയ്യുന്ന നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 6 ആയിരിക്കണം എന്നുള്ള കാര്യം, ആ ഒരു കേസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കൂടാതെ ആ കണ്ടീഷൻ നിലനിൽക്കുമ്പോൾ എന്തിന്റെ പ്രോബബിലിറ്റി കാണാനാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്? നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്. ആ എടുക്കുന്ന പെയറിൽ മിനിമം ഒരു 4 എങ്കിലും കണ്ടെത്താനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ 2 ഇവന്റുകൾ നമ്മൾ എടുക്കുകയാണ്. ഇ എന്ന് പറയുന്ന ഇവന്റ് എടുക്കുന്നത് ദ നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്. മിനിമം ഒരു 4 എങ്കിലും അപ്പിയർ ചെയ്യുക എന്ന് പറയുന്ന കണ്ടീഷനാണ് ഈ ആയിട്ട് എടുക്കുന്നത്. എഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് appearing the die is 6. ഇ എന്ന് പറയുന്നതിന്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മിനിമം ഒരു 4 വരുന്ന രീതിയിലുള്ള പെയർ ആലോചിക്കുന്ന സമയത്ത് കൃത്യം ഒരു 4 വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് 4-1 എന്ന് പറഞ്ഞ പെയർ വരും, 4-2 വരും, 4-3 വരും, 4-4 വരും, 4-5 വരും, 4-6 വരും, 5-4 വരും, 6-4 എന്ന് പറഞ്ഞ കാര്യം വരും, 1-4 വരും, 2-4 വരും, 3-4 വരും. അപ്പോൾ മിനിമം ഒരു 4 എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. 4-1, 4-2, 4-3, 4-4, 4-5, 4-6 വരും. പിന്നെ 5-4, 6-4, 1-4, 2-4, 3-4.
4 ആണ് പിന്നെ അതിൻ്റെ ഇടയിലുള്ളത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെന്റുകളാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എഫ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സമ്മ് 6 ആവുന്ന കേസുകളാണ്. അപ്പോൾ 1 5 എന്ന് പറയുന്ന ഒരു പെയർ വരും, 2 4 വരും, 3 3 വരും, 4 2 വരും, 5 1 എന്ന് പറയുന്ന കാര്യം വരും. ഇനി നമുക്ക് വേണ്ടത് സമ്മ് 6 ആവണം. അപ്പോൾ മിനിമം ഒരു 4 എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന പെയറുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്ന ആശയമാണ് കണ്ടുപിടിക്കാനുള്ളത്. എഫ് ഒക്കെ അറിയണം, അതായത് സമ്മ് 6 ആയിരിക്കണം എന്നർത്ഥം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല പ്രകാരം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. ഇതില് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയി കാണുന്ന എലമെന്റിന്റെ എണ്ണം നോക്കിയാൽ മതി. രണ്ടിലും കോമൺ ആയി കാണുന്ന എലമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക നിങ്ങൾ 4 കാര്യം മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ 2 4 എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്, 4 2 എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. 2 എലമെന്റ് വരുന്നത്. അപ്പോൾ അവിടെ 2 എഴുതി. ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി. എഫ് എന്ന് പറയുന്നതിൽ എത്ര എലമെന്റ് ഉണ്ട് നോക്കിയാൽ മതി. 2 4 5. അപ്പോൾ നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എത്ര വരിക? 2/5 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ ബ്ലാക്ക് ആൻഡ് റെഡ് ഡൈസ് ആർ റോൾഡ്. ഒരു ബ്ലാക്ക് ഡൈയും ഒരു റെഡ് ഡൈയും റോൾ ചെയ്യാണ്. ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എ സം ഗ്രേറ്റർ ദാൻ 9 ഗിവൺ ദാറ്റ് ദ ബ്ലാക്ക് ഡൈ റിസൾട്ടഡ് ഇൻ എ 5. അതായത് ബ്ലാക്ക് ഡൈ എന്ന് പറയുന്നത് ഷോ ചെയ്യേണ്ട നമ്പർ 5 ആയിരിക്കണം. നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ഈ ഓരോ ഡൈ ത്രോ ചെയ്യുമ്പോഴും ഓരോ നമ്പർ ഷോ ചെയ്യും. രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡഡ് പെയറുകളാണ് കിട്ടുക. അതിൽ കാണുന്ന നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ അത് 9നേക്കാൾ മുകളിലുള്ള കേസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇവന്റുകൾ എടുക്കുകയാണ്. ആദ്യത്തെ ഇവന്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ സം ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 9. ഡൈകളുടെ മുകളിൽ ഷോ ചെയ്യുന്ന നമ്പറുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് 9നേക്കാൾ മുകളിലുള്ള പേഴ്സുകൾ മാത്രമാണ് എ എന്ന് പറയുന്ന ഇവന്റിൽ വരികയുള്ളൂ. ബി എന്ന് പറഞ്ഞ ഇവന്റ് ദ നമ്പർ ഷോസ് ബ്ലാക്ക് ഡൈ ഈസ് 5. ബ്ലാക്ക് ഡൈ എന്ന് പറയുന്നത് ഷോ ചെയ്യുന്നത് 5 എന്ന് പറയുന്ന നമ്പർ വരുന്ന കാര്യം. ഈ ബ്ലാക്ക് ഡൈ എന്ന് പറയുന്നത് ആദ്യത്തെ കേസാണ്, റെഡ് ഡൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസാണ്. അപ്പോൾ ഓർഡേഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന നമ്പർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡൈ ഷോ ചെയ്തതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റോസ്റ്റർ ഫോം ഒന്ന് എഴുതി നോക്കാം. എ ഈക്വൽ ടു സെറ്റ് സം ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9നേക്കാൾ മുകളിലായിരിക്കണം സമ്മ് കിട്ടേണ്ടത്. അങ്ങനെ വരുന്ന പെയർ 1 ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു പെയറും വരില്ല. 2 ഉപയോഗിച്ച് വരുമ്പോൾ ഒരു പെയറും നമുക്ക് കിട്ടില്ല. 3 ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു പെയറും നമുക്ക് കിട്ടില്ല. 4 ഉപയോഗിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് 4 6 എന്ന് പറഞ്ഞ പെയർ വരുന്നു. 5 എന്ന് പറഞ്ഞ പെയർ ഉപയോഗിച്ച് നോക്കുമ്പോൾ 5 5 എന്ന് പറയുന്ന പെയർ വരുന്നു. അതുപോലെ 5 6 എന്ന് പറഞ്ഞ പെയർ വരുന്നു. 6 ഉപയോഗിച്ച് നോക്കുമ്പോൾ 6 5 എന്ന് പറഞ്ഞ പെയർ വരുന്നു. 6 4 എന്ന് പറഞ്ഞ പെയർ വരുന്നു. അതുപോലെ തന്നെ 6 6 എന്ന് പറഞ്ഞ പെയർ വരുന്നു. ഇത്രയുമാണ് സം എന്ന് പറയുന്നത് 9നേക്കാൾ മുകളിൽ നിൽക്കുന്നത്. ഏത് പെയർ നിങ്ങൾ എടുത്ത് നോക്കിയാലും അത് 9നേക്കാൾ മുകളിലായിരിക്കും അതിലെ നമ്പറുകളുടെ സം എന്ന് പറഞ്ഞ ആശയം വന്നിട്ടുണ്ടായിരിക്കുക. ബി എന്ന് പറയുന്ന ഇതിന്റെ റോസ്റ്റർ ഫോം വരുമ്പോൾ ഫസ്റ്റ് ഡൈ 5 എന്ന് പറയുന്നത് ഷോ ചെയ്യുന്നത്. അപ്പോൾ 5 1 വരും, 5 2 വരും, 5 3 വരും, 5 4 വരും, 5 5 വരും, 5 6 വരും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇതിങ്ങനെ എഴുതാനുള്ള കാരണം ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ബ്ലാക്ക് ഡൈ 5 ഷോ ചെയ്യണം. നമ്മുടെ ചോദ്യം എന്താണ്? ബ്ലാക്ക് ഡൈ 5 എന്ന് പറയുന്നത് ഷോ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഡൈയും റെഡ് ഡൈയും ഷോ ചെയ്യുന്ന നമ്പേഴ്സുകളുടെ സം 9നേക്കാൾ മുകളിലാകാനുള്ള പോസിബിലിറ്റിയാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ ഫോർമുല എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് രണ്ടിലും കോമൺ ആയി കിടക്കുന്ന എലമെന്റുകളുടെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 5 വരുന്ന കാര്യം നോക്കിയാൽ മതി. 5 5 കാണാം, 5 6 കാണാം. ഇത് രണ്ടും താഴെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. ഡിവൈഡഡ് ബൈ ബിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലെ 6 ഓർഡേഡ് പേഴ്സുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്താ വരിക? 2/6 അഥവാ 1/3 എന്ന് പറഞ്ഞ കാര്യമാണ് വരിക. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/3 എന്ന് പറയുന്ന ആശയം ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ ക്വസ്റ്റിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഗിവൺ ദാറ്റ് കണ്ടീഷൻ വരുന്നതാണ് ഒരു ഇവന്റ് വരിക. അത് രണ്ടാമത്തെ പൊസിഷനാണ് എപ്പോഴും നമ്മൾ എടുക്കുക. ഫസ്റ്റ് പൊസിഷൻ എന്താണ്? അല്ലാത്ത കണ്ടീഷൻ ഏതാണോ ഒക്കെയർ ചെയ്യുന്നത് അതിനെ പറ്റിയാണ്. അതുമായി റിലേറ്റഡ് ആയ ഇവന്റ് ആണ് ആദ്യത്തെ പൊസിഷനിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ ഗിവൺ കണ്ടീഷനായിട്ട് ഈ പറഞ്ഞ കാര്യത്തിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത്രയും ചോദ്യങ്ങളാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് സെക്ഷനായ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെൻറ്റൻസിലൂടെയുള്ള ക്വസ്റ്റ്യൻസുകളും അല്ലാത്ത ക്വസ്റ്റ്യൻസുകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇത് ഡയറക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആ നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് മുതൽ പറഞ്ഞു പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇവൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇവൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.